നമ്മളിപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലെത്തിയിരിക്കുകയാണ്. ഹോച്ചിമിൻ സിറ്റി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ തന്നെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സെൻറ്ററാണ്. വിയറ്റ്നാമിൻ്റെ വലിയൊരു ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ ഹോയിയാന്ന് ദനാങ് വരെ ടാക്സിയിൽ വന്നു. ടാക്സി ദനാങ്ങിന്ന് ഹോച്ചിമിൻ സിറ്റിയിൽ ഫ്ലൈറ്റിൽ വന്നു. ഇറ്റ് ടോക്ക് us about 45 to 50 minutes by flight. ഇപ്പോൾ ഇവിടെ ഹോച്ചിമിൻ സിറ്റിയിൽ ഡിസ്ട്രിക്റ്റ് 1 എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് ഉള്ളത്. ഡിസ്ട്രിക്റ്റ് 1 ഇസ് പ്ലേസ്, ഇമ്പോർട്ടൻറ്റ് പ്ലേസ്. ഇവിടെ കാണാൻ കുറേ ഇറ്റ്സ് എ കമേഴ്ഷ്യൽ പ്ലേസ്. പിന്നെ അത് കൂടാണ്ട് കാണാനും വേറെ സൈറ്റ് സീയിങ്ങിനൊക്കെ അടുത്താണ്. ഷോപ്പിങ്ങിനും എല്ലാം കൂടി പറ്റിയ ഒരു സ്ഥലമാണ് ഡിസ്ട്രിക്റ്റ് 1. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഡിസ്ട്രിക്റ്റ് 1 തന്നെയുള്ളതാണ്. ഇതിൻ്റെ പേരാണ് നാദ 1. എല്ലാ ഷോപ്പിംഗ് ഏരിയ പിന്നെ എല്ലാ സൈറ്റ് സീയിങ്ങിനൊക്കെ കാണാൻ പറ്റിയ സെൻറ്റർ ഓഫ് ദി സിറ്റി ആണ് ഈ സ്ഥലം. ഇന്ന് വൈകുന്നേരത്തെ പ്രോഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റി ടൂറിന് പോവുകയാണ്. അതിനായിട്ട് ഒരു ബസ് റൈഡ് ബുക്ക് ചെയ്തിരുന്നത്, ഓപ്പൺ ബസ്. അപ്പോൾ അത് ഓൺലൈനാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പിക്കപ്പ് പോയിൻ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, ഒരു 10-15 minutes വാക്ക്. എൻ്റയർ ഈവനിങ് ഒരു 2-2.5 hours ബസ് റൈഡായിരിക്കും. എല്ലാ എൻ്റയർ ഹോച്ചിമിൻ സിറ്റി പ്രധാനപ്പെട്ട സിറ്റി സെൻറ്ററൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. Nicely done, no sweets and all. Oh, see this building here, Pratham? This building. ഞങ്ങളിപ്പോൾ സിറ്റി ടൂറിലുള്ള ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ആണ് ബുക്ക് ചെയ്തിരുന്നത്. കംഫർട്ടബിൾ ആയിരുന്നു ബുക്കിംഗ് പ്രോസസ്സ്. ഗുഡ് കസ്റ്റമർ സർവീസ്. ഇതൊരു 2-2.5 hours ട്രാവലാണ് എൻ്റയർ സിറ്റി, ഹോച്ചിമിൻ സിറ്റി. This is a beautiful public space right in the heart of Ho Chi Minh City. Very, very nice. ജനങ്ങൾക്ക് വന്നിട്ട് വൈകുന്നേരം വന്ന് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏരിയ, സ്പേസ്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എവറിത്തിങ്. ഇറ്റ്സ് ഗോട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, പിന്നെ പബ്ലിക് ഫങ്ഷൻസ് വേണ്ടിയിട്ടുള്ള ഏരിയ. ദെർ ഇസ് എ സ്റ്റാച്യു ഓഫ് the President Ho Chi Minh. അങ്ങനെ it's a very looks very nice.
People are just coming here to relax, eating together and enjoying. I think on a Bangalore, okay, if we have something like this, it would have been great. The other thing is the traffic, right? So the traffic is not much. So you feel like coming here because you're not stressed. So you want to come to a place like this and then spend time, and then go back in the evening. So the bus is taking a tour. It's like taking a circle around this big wide area, and it felt very nice to see people enjoying their evenings together. ആ കാണുന്നതാണ് സൈഗോൺ റിവർ. സൈഗോൺ ആണ് ഹോച്ചിമിൻ സിറ്റിൻ്റെ പഴയ പേര്. അപ്പോൾ ഈ സിറ്റി ഡെവലപ്പ് ചെയ്തത് സൈഗോൺ റിവറിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്. രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം നല്ല നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഉണ്ട്.
അപ്പോൾ നമ്മുടെ സിറ്റി ടൂർ അവസാനിക്കാനായി. ടൈം വെൽ സ്പെൻഡ്, 2-2.5 മണിക്കൂർ എൻറ്റയർ സിറ്റി നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ വരുവാണെങ്കിലും വി റെക്കമെൻഡ് ദാറ്റ് യു ടേക്ക് ദിസ് ടൂർ. ഓൺലൈൻ ബുക്ക് ചെയ്യാം. വെരി ഫ്രണ്ട്ലി, വെരി കസ്റ്റമർ ഓറിയൻറ്റഡ് പീപ്പിൾ. അപ്പോൾ ഡെഫിനറ്റ്ലി റെക്കമെൻഡഡ്. ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ ആയി. ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു പാർക്കിൽ വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ ഒരു മോർണിംഗ് വാക്കിന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണ്. നല്ല നല്ല വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ആൾക്കാർ കുറേ പലതരത്തിലുള്ള എക്സസൈസാണ്. നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്നത് കൊണ്ട് കുറേ വേറെ തരത്തിലുള്ള എക്സസൈസ്, ഗ്രൂപ്പ് എക്സസൈസ്, എവറിഥിങ്. ആൾക്കാർ ഡാൻസ് കളിക്കുന്നു. പല തരത്തിലുള്ള കാഴ്ചകളും കാണാൻ പറ്റി രാവിലെ തന്നെ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വിയറ്റ്നാമിലെ ആൾക്കാർ അധികം ഒരു ഓവർ വെയ്റ്റിലായിട്ടുള്ള നമ്മളാരും കണ്ടിട്ടില്ല. എസ്പെഷ്യലി അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അധികം തടിയുള്ള ആരെയും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ എല്ലാവരും എക്സസൈസും കാര്യങ്ങളൊക്കെ ഉള്ള ടീംസ് ആണെന്ന് തോന്നുന്നു ഇവിടെ. നമ്മളിപ്പോൾ വിയറ്റ്നാം വാർ മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാർ മ്യൂസിയം നല്ലൊരു കാണേണ്ട സംഭവം തന്നെയാണ്. വിയറ്റ്നാം അമേരിക്കൻ വാർ എല്ലാവർക്കും അറിയാം. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ മ്യൂസിയത്തിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പുറത്തുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 4 people, maximum speed 300. This is what India bought recently from US. India no bought this. Let's see how the inside of a Chinook. How the inside looks. A Chinook helicopter. A tank. This is a M48. Maximum speed of 48 kilometers. See the gun. Oof, massive. No, Arpito? Touch it and see. This is an army tank. M41. See the gun size, Arpito. This is the gun. It's a massive tank. See how it runs. Oof. Arpit.
This is another kind of tank. I don't know what this is called. Bulldozer. Okay, weighing 40 tons. This bulldozer is commonly used in construction. Okay, this is a bulldozer. Okay, like 32 flamethrower, capable of crossing rice fields, uneven grounds, waterways, parachuted from an aircraft carrier when needed. Okay, my God, this comes on an aircraft carrier. Cover goes 20 meters, 30 meters. Ordinary exploding bullets. Yes. Oh, this is another massive tank. M107. 32,600 meters. 1 hour, 2 minutes. It's 32,000. Sustained rate of fire. It can continuously fire for an hour. $152 of these tanks were there in Vietnam. See the size of the. Arpito, just stand there. I'll just take a comparative size. Okay, that's the size of the tank. Huge. These are other kinds of tanks. This we've seen this in English movies, action movies. No. The hero will always normally take this kind of weapons and keep firing. This is the boat with the machine gun. Fixed. All right, so nice. You enjoyed the War Museum? Did you like it? So, Arpit, where is the Fine Arts Museum? It's there? Okay. Let's go then. Okay, so we need to buy tickets. Ticket office. ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇവിടുത്തെ മെയിൻ നൈറ്റ് ലൈഫ് ഈ സ്ട്രീറ്റിലാണ്. പലതരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ്, ബാർസ് എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ആൾക്കാർ ഇത് മോസ്റ്റ്ലി വൈകുന്നേരമാണ് ആക്റ്റീവ്, ഈവനിങ് ഒരു 5-6 മണിക്ക് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ലൗഡ് മ്യൂസിക്, കുറേ റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. അത് ആ റെസ്റ്റോറൻറ്റ്സിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ആൾക്കാരൊക്കെ. പിന്നെ ലേഡീസ് ബാർസ് ഉണ്ട്, ലേഡീസ് ആർ ഡാൻസിങ്. അങ്ങനെ എൻറ്റയർ ഐ തിങ്ക് നൈറ്റ് ലൈഫ്, ഹോച്ചിമിൻ സിറ്റിയുടെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഈ സ്ട്രീറ്റിൽ വന്നാൽ. അങ്ങനെ ഞങ്ങളുടെ ഹോച്ചിമിൻ സിറ്റിയുടെ സ്റ്റേ ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നാളെ രാവിലെ നമ്മൾ ഉച്ചക്ക് ബാക്ക് ടു ബാംഗ്ലൂർ ഫ്ലൈറ്റ് ആണ്.
അപ്പോൾ വിയറ്റ്നാമിൽ ഓൾമോസ്റ്റ് 10 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വി ഡെഫിനറ്റ്ലി റെക്കമെൻഡ് നിങ്ങൾ ഒരു പ്രാവശ്യം വിയറ്റ്നാം വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസത്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വരണം. കാരണം അത്രയ്ക്ക് നമുക്ക് കാണാനുണ്ട് ഇവിടെ. സോ ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്, ഗുഡ് ഫുഡ്, ഷോപ്പിങ്ങിന് വളരെ നല്ല സ്ഥലമാണ്. ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും കാണാൻ പറ്റിയില്ല, ഇനിയും വരണം. 1-2 സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ല, സമയം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഓവറോൾ വെരി ഗുഡ് എക്സ്പീരിയൻസ്. സോ ഞാൻ വീണ്ടും കാണുന്നവരെ, അടുത്ത ട്രിപ്പിൽ കാണുന്നവരെ വണക്കം.